ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേസിലുണ്ടാവും നമുക്ക് ഏജ്ഡ് ആവുന്നതോറും ഉണ്ടാവുന്ന ആ ഒരു ചുളിവും വരയും പാടുകളെല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ ഒരു പൊടിക്ക് അങ്ങ് കളർ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സിറത്തിൻ്റെ റെമഡിയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്കിൻ കളറിൽ മാറ്റം കൊണ്ടുവരിക മാത്രമല്ല, നമുക്ക് ഏജ്ഡ് ആവുന്നതോറും ഉണ്ടാകുന്ന ആ ഒരു റിങ്കിൾസ്, ചുളിവുകൾ, പാടുകൾ ഇതെല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോയിങ് ആക്കി വെച്ച് തരും കേട്ടോ. കൂടാതെ നമുക്കൊരു 10 വയസ്സ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത്രയും സൂപ്പർ ആയിട്ടുള്ള മെയിൻ 2 കാര്യങ്ങൾ, വേറെയും കാര്യങ്ങളുണ്ട്, അപ്പോൾ മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബൊക്കെ നിങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കില്ല, എന്തായാലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് പച്ചമരുന്ന് കടയിൽ പോയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് ഈ രീതിക്ക് അങ്ങ് ചെയ്തു വരാം. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് രാത്രി അപ്ലൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പകലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്ത് ഒരു 2-3 മണിക്കൂറൊക്കെ പകൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വെക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അതങ്ങ് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അതല്ല നിങ്ങൾ രാത്രി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ടും രാത്രി കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ. പിറ്റേന്ന് രാവിലെ കഴുകിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വലിയ ഡ്രൈ സ്കിൻ ആയിരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വലിയുന്നതായിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിത് കഴുകി കളയാം. അല്ലാത്ത പക്ഷം നമുക്കിത് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് വലിയാണ്ടിരിക്കാനുള്ള കാര്യമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് ഡെയിലി യൂസ് ആക്കാം കേട്ടോ. നമുക്ക് ആഴ്ചയിൽ 1-2 തവണ അങ്ങനെയൊന്നുമില്ല, നമുക്കിത് ഡെയിലി യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ചണവിത്താണ്, ഫ്ലാക്സ് സീഡ്സ്. ഇത് ഞാൻ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും, അതും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിൽ നിന്നും കിട്ടും. അപ്പോൾ അത് ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ റൈസാണ്. അരി ഏതാ എടുത്തു ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോർമലായിട്ടുള്ള അരി വേണമെങ്കിൽ എടുക്കാം, പക്ഷേ എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു പച്ചരി തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സ്കിൻ കളറിൽ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അരി എന്ന് പറയുന്നത് ഈ ഒരു പച്ചരി തന്നെ ആയിരിക്കും. ഇതിനകത്ത് സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്പൂണിനകത്താണ് ഈ ഓരോ കാര്യങ്ങളും എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പൂണിനകത്ത് ഞാൻ 3 ടീസ്പൂൺ അരിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിക്ക് അങ്ങ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരിക കേട്ടോ. ഇതിനെ കഴുകിയതിന് ശേഷം വേണം ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാനായിട്ട്. നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം കഴുകി അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കഴുകി മാറ്റിയിട്ട് വരാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് രണ്ടും നന്നായിട്ട് അങ്ങ് കുതിർക്കാനായിട്ട് സമയം കൊടുക്കാം. ഞാൻ ഏകദേശം 2-3 മണിക്കൂറോളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിർക്കാനായിട്ട്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ് നല്ലവണ്ണം കുതിർന്ന് ഇപ്പം തന്നെ നല്ലൊരു കൊഴുത്ത് പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ്, കുതിർത്ത ആ ഒരു റൈസ്, നമ്മുടെ പച്ചരി, അത് കൈവച്ച് നന്നായിട്ട് ഒന്ന് ഞെരടി കൊടുക്കുക കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കണം, കൈവച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ആരും തന്നെ മിക്സി ബൗളിനകത്തിട്ടിട്ട് അങ്ങ് അരച്ചെടുക്കരുത്, കൈവച്ച് തന്നെ അങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു റൈസ് വാട്ടർ, ആ വെള്ളമാണ് നമ്മളിതങ്ങ് എടുക്കുന്നത്, ഈ ഒരു സിറം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അടി കണ്ടല്ലോ, അരി നന്നായിട്ട് ഞാൻ നല്ല വണ്ണം പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയണം, ആരും മിക്സി ബൗളിനകത്തിട്ടൊന്നും അരച്ച് കൊണ്ടുവരരുത് കേട്ടോ. കൈവച്ച് തന്നെ ഞെരടാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ആ ഒരു റൈസ് വാട്ടർ നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ് ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ബൗളിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കൂട്ട്, നമ്മുടെ ഫ്ലാക്സ് സീഡ്സിൻ്റെ ആ ഒരു സംഭവവും അതുപോലെ തന്നെ ഈ ഒരു റൈസ് വാട്ടറും നമ്മുടെ അരി പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു വാട്ടറും കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഏറിപ്പോൾ ഒരു 8 മിനിറ്റ് അത്ര മാത്രം മതി. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതങ്ങ് അരിച്ചു മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ആ ഒരു ജെല്ല് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത്. നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഇത് തണുക്കാനായിട്ട് നമുക്ക് സമയം കൊടുക്കണം. ഈ ഒരു ജെല്ല് ചെറിയ രീതിക്ക് ഒന്ന് തണുത്ത് വരണം. ബാക്കിയുള്ള കാര്യം നമുക്ക് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇത്രത്തോളം നമുക്ക് ആ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ല് കിട്ടിയിട്ടുണ്ട്, നല്ലവണ്ണം തണുത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആലുവേറ ജെല്ലാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ആലുവേറ ജെല്ലല്ല എൻ്റെ അടുത്ത് മേടിച്ചത്, വേറെ ഏതെങ്കിലും ജെല്ലാണെങ്കിൽ, ഞാൻ ഇപ്പോൾ വേറെ ജെല്ല് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ജെല്ലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജെല്ലും യൂസ് ആക്കാം കേട്ടോ. യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ആവും. ഇതങ്ങ് പെട്ടെന്നൊന്നും മിക്സായി വരത്തില്ല. നിങ്ങൾക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സി ബൗളിനകത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. കൈവച്ചാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം, ഒരു അരമണിക്കൂറും 3/4 മണിക്കൂറോളം കൈവച്ച് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് അങ്ങ് ആ ഒരു സിറം കൺസിസ്റ്റൻസിയിലായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗ്ലിസറിൻ ആണ് കേട്ടോ. ഗ്ലിസറിൻ ഞാനൊരു കുഞ്ഞു സ്പൂണിൽ 1 സ്പൂണ്, ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ
ടീസ്പൂൺ അത്രമാത്രം മതിയാകും. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ്റെ ആരാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് മസ്റ്റായിട്ടും ഈ ഒരു ഗ്ലിസറിൻ ചേർക്കണം. എക്സ്ട്രാ ചേർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആമണ്ട് ഓയിലാണ്. ഈ ഒരു ആമണ്ട് ഓയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഒന്നും കൂടി ഡ്രൈ ആയിപ്പോൾ നന്നായിട്ട് വലിയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ ചേർക്കാൻ പറയുന്നത്. മസ്റ്റായിട്ടും ഓയിൽ ചേർക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങളുടെ സ്കിന്നിന് ഏത് ഓയിലാണ് സൂട്ടാവും നിങ്ങൾക്ക് അറിയുള്ളൂ. എനിക്കറിയില്ല. ഞാൻ ആമണ്ട് ഓയിൽ പറയുന്നത് ആമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വരത്തില്ല. മറ്റേത് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരും. അപ്പോൾ അത് ചിലവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരുടെ കേസല്ല അത്. ചിലർക്ക് ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും നോർമൽ സ്കിന്നുകാരാണെങ്കിലും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ വേറെ ഒരാൾക്ക് ഇതുപോലെ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആമണ്ട് ഓയിൽ ഉപയോഗിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്നത് നിങ്ങൾ ആ രീതിക്കുള്ള ഓയിൽ ഉപയോഗിക്കുന്നതിനകത്തേക്ക് ഓയിൽ ഉപയോഗിക്കുന്ന ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം മതിയാകും കേട്ടോ. അത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എസൻഷ്യൽ ഓയിൽ, നമുക്ക് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് കേട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബയോ എൻസൈമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരു 10 തുള്ളി ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബയോ എൻസൈം നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ്. നമുക്കിത് പുറത്ത് വെച്ചും ഉപയോഗിക്കാൻ പറ്റും. ബയോ എൻസൈം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു 1 വീക്ക് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. 1 വീക്ക് അല്ലെങ്കിൽ 4 ഡേയ്സ്. അത് നിങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്. കൈയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പം. കൈയിടാതെ നമ്മൾ സ്പൂണൊക്കെ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോ എൻസൈം ഉപയോഗിച്ചിട്ട് നമുക്കിത് ഒരാഴ്ച വരെ പുറത്ത് വെക്കാൻ പറ്റും. ബയോ എൻസൈം ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു 20-25 ദിവസം വരെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ രീതിക്ക് അങ്ങ് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം